ഹായ് everyone, അസ്സലാമു അലൈക്കും. ഇന്നൊരു അടിപൊളി ഫിഷ് മന്തിയുടെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മന്തി വെക്കാറുള്ള ഒരു മെത്തേഡിലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ്, ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫിഷിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലൊരു പേസ്റ്റാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിത് ഫിഷിലേക്ക് നല്ലതായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പ്രാച്ചി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിഷാണ്. അപ്പോൾ അതിൻ്റെ വാൽഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫിഷ് മുഴുവനായിട്ട് എടുക്കാം. ഫിഷ് ഞാനൊന്ന് നടുവിൽ കീറി കൊടുത്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെ എടുത്തിട്ട് മസാല പുരട്ടിയിട്ട് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിഷ് നല്ല ടേസ്റ്റും ആയിരിക്കും. അതുപോലെ തന്നെ മന്തിയിൽ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. നല്ല ടേസ്റ്റുള്ള ഏത് തരം ഫിഷും നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് മസാലയ്ക്ക് പുരട്ടിയിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി നമുക്ക് മന്തിയിലേക്ക് വേണ്ടിയിട്ട് ഒരു ഒനിയനും അതുപോലെ തന്നെ 4 വെളുത്തുള്ളിയും കൂടി നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ റൈസ് റെഡിയാക്കി എടുക്കുന്നത് ആ പാത്രത്തിൽ വേണം ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി കേട്ടോ, സോറി. അപ്പം ഞാൻ ഓൾറെഡി ഫിഷ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഓയിലാണിത്. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്ത സെയിം ഓയിലിലേക്ക് നമ്മൾ ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടുള്ള ഒനിയൻ ആൻഡ് ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മൂത്തതിൻ്റെ കളറൊക്കെ മാറുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഒരു ക്യൂബ്, അത് വെജിറ്റബിൾ ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾ സ്റ്റോക്ക്, അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇത് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്, കാരണം ക്യൂബിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു ടൊമാറ്റോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ടൊമാറ്റോ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഹോൾ മല്ലിയാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഒന്ന് കൈയിലിട്ട് ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മന്തി മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക, അറബിക് മസാല. അത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം പൊടിച്ചത്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് ബസ്മതി അരിയാണ് സോക്ക് ചെയ്യാനായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, ആ രീതിയിലാണ് നമ്മളിവിടെ അളവെടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ 2 കപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇത് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് വൈറ്റ് റൈസും കൂടെ ഉണ്ടാക്കാം. കാരണം ഞാനിവിടെ വൈറ്റ് റൈസും അതുപോലെ തന്നെ മസാല റൈസും രണ്ടും കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് റൈസിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഞാനിപ്പോൾ 3/4 കപ്പ് അരിയാണ് വൈറ്റ് റൈസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ ഹോൾ മല്ലി, 3 ഗ്രാമ്പു, 3 ഏലക്കായ, ചെറിയൊരു കഷ്ണം പട്ട, 5-6 കുരുമുളക്, ഒരു സ്റ്റാറിൻ്റെ പകുതി, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് തിളക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. സോക്ക് ചെയ്തിട്ടുള്ള റൈസാണ്, നല്ലതായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വൈറ്റ് റൈസ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ സെർവ് ചെയ്യുമ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ്, ടേസ്റ്റുമാണ്, രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വാഷ് ചെയ്തിട്ടുള്ള റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സെയിം തന്നെ 1/2 മണിക്കൂർ സോക്ക് ചെയ്തിട്ടുള്ള ലോങ് റൈസാണ്, ബസ്മതി റൈസാണ്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒന്ന് മൂടി വെക്കുക. ഹൈ ഫ്ലെയിമിൽ ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ നല്ലതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മളൊന്ന് തുറന്നിട്ട് ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് അല്പം കുങ്കുമപ്പൂ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്താൽ ഒരു ടേസ്റ്റാണ്, നല്ലൊരു കളറും കിട്ടും. ഇനി ഇതാ കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട്. ബാക്കി നമ്മൾ ഇത് നല്ലതായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതാ നമ്മുടെ വൈറ്റ് റൈസ് അപ്പോഴത്തേനും റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് കുക്ക് ചെയ്ത് അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ വറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല റൈസും റെഡി ആയിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റായിട്ട് അരിയൊക്കെ വിട്ട് വരുന്ന പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ 2 സ്റ്റൗവിലായിട്ട് നമ്മൾ 2 റൈസും വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടും ഒരുമിച്ച് തന്നെ നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതുപോലെ വലിയൊരു പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഞാനിവിടെ മസാല റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. വൈറ്റ് റൈസ് ഒരു 1/4 ഭാഗം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പകുതിയായിട്ട് ചെയ്യാം. പകുതി റൈസ് വൈറ്റും അതുപോലെ തന്നെ പകുതി ഇതുപോലെ മസാല റൈസായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വൈറ്റ് റൈസ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം. ദുബായിലുള്ള തിബ്ബ മന്തി റെസ്റ്റോറൻറ്റിൽ ഫിഷ് മന്തി അവരിങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്.
വൈറ്റ് റൈസും അതുപോലെ തന്നെ ഈ ഒരു മസാല റൈസും കൂടെ ആയിട്ടായിരിക്കും സെർവ് ചെയ്യുന്നത്. കാണാൻ നല്ല സ്റ്റൈലാണ്. അതുപോലെ തന്നെ കഴിക്കാനും രണ്ടും കൂടെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഫ്രൈ ചെയ്ത ഫിഷ് നമ്മൾ റൈസിന്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് ജസ്റ്റ് ഒന്ന് കീറിയിട്ട് അതും കൂടെ അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സാൽസയും റെഡിയാണ്. ടൊമാറ്റോ സാൽസയുടെ റെസിപ്പി നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, കുറേ മുന്നേ. കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിയുമായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.